കാടിന് തുല്യമായ അവസ്ഥയിലൂടെയൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടി വരും. കാടിന് തുല്യമായ അവസ്ഥ എന്ന് പറയുമ്പോൾ ഏകാന്തതയാ, ഒറ്റപ്പെടലാ, ആരും ചേർത്ത് പിടിക്കാനില്ലാത്ത ഒറ്റപ്പെടൽ. എന്തിനു പറയുന്നു? കൃത്യമായ ഭക്ഷണമില്ലാത്ത സമയം, ഇരുളടഞ്ഞ സമയം, ഏത് നിമിഷവും വന്യമൃഗങ്ങൾ കീറി മുറിക്കാൻ അല്ലെങ്കിൽ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന സമയം. ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഏകാന്തതയുടെ, ആരും കൂട്ടിനില്ലാതെ, ഒരാളോട് പോലും സംസാരിക്കാനില്ലാതെ, ഏത് നിമിഷവും കീറി മുറിക്കാൻ നിൽക്കുന്ന വന്യമൃഗങ്ങളെപ്പോലെ ആക്രമിക്കാൻ നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിൽ നിൽക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു പടി കൂടെ കയറ്റി പറഞ്ഞാൽ ഇരുണ്ട സമയം, അന്ധകാരം പിടിച്ച സമയം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാശം പിടിച്ച സമയം. അങ്ങനത്തെ സമയമൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടും. അതെന്തിനാണെന്നറിയോ? അത് നമ്മെ തകർത്ത് കളയാനൊന്നല്ല, ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്തു പാടാന്നറിയോ? ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെയുള്ളത്, ഏത് നിമിഷവും നമ്മുടെ കൂടെ ആരുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ചില സമയങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഏകാന്തതയുടെ, ആരും കൂട്ടിനില്ലാതെ ഒരു തകർച്ചയുടെ അനുഭവം, ഏത് നിമിഷവും കടിച്ചു കയറാൻ നിൽക്കുന്ന വന്യമൃഗങ്ങൾ പോലെ ചുറ്റും ഒത്തിരി പേർ നിൽക്കുന്നൊരനുഭവം, അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കർത്താവ് നിന്നോട് പറയാം, നിന്നെ തകർത്ത് കളയത്തില്ല, മറിച്ച് നിനക്ക് വേണ്ടി സഹായിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിരാശയൊന്നും വേണ്ട, കർത്താവുണ്ട് കൂടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.